ഇന്നെൻ്റെ ഷൈബൻ്റെ റിസൾട്ടാണ് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് ഇന്ന് ഞാൻ ഷൈബൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇന്നത്തെ എൻ്റെ ഗോയിത്തെ എക്സാം ഷൈബൻ B1 ആണ്. എസ്പെഷ്യലി B1 ആണ്, B2 അല്ല. പല ആൾക്കാരും എന്നോട്, ഞാൻ ആക്ച്വലി B2 പഠിച്ചിട്ടില്ല, ഞാൻ B1 പഠിച്ചു, B1 എഴുതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗ്ലിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുത്തനും കൂടിയാണ്. ഞാൻ ഒരുപാട് വട്ടം വിചാരിച്ച്, അല്ലെങ്കിൽ ഈ എക്സാം ട്രൈ ചെയ്യുന്ന സമയത്ത് B2 പഠിച്ചാലോ എന്ന് ഇങ്ങനെ കുറേ അത്രയും ഞാൻ ആഗ്രഹിച്ചു. ബട്ട് നമ്മളിപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും പഠിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റെ B1 എക്സാം എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൊബൈൽ എടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, എന്നിട്ട് ആ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുന്നു എന്നതിനോട് എനിക്ക് വലിയ ഇതില്ല. പക്ഷേ ഇതിനൊരു ഹ്യൂജ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി മസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. ആൻഡ് ഞാൻ ആദ്യമായിട്ട് ഷൈബൻ എക്സാം എഴുതുന്നത് ചെന്നൈ ഗോയിത്തെ സെൻറ്ററിലാണ്. എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ട് ചെന്നൈ ഗോയിത്തെ സെൻറ്ററിൽ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു മിത്തായിരിക്കാം. അതായത് അവിടെ എഴുതി കഴിഞ്ഞാൽ പാസിംഗ് റേറ്റ് കൂടുതൽ ആണ് എന്നുള്ളൊരു മിത്തുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതായത് ഞാൻ എൻ്റെ ആദ്യത്തെ ഗോയിത്തെ എക്സാം അവിടെ തന്നെയാണ് എഴുതിയത്. അതായത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അനശ, ആളിപ്പോൾ ജർമ്മനിയിലാണ്. അപ്പോൾ അവൻ അവിടെ പോയി എഴുതി. ഫസ്റ്റ് ടൈമിൽ തന്നെ 3 പാസ്സായി. പിന്നെ മിക്ക ആൾക്കാരും അവിടെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് അവിടെ എഴുതുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാസിംഗ് റേറ്റ് കൂടുതലുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അവിടെ ഡേറ്റ് എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അതായത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ആദ്യമായിട്ട് എക്സാമിന് ഡേറ്റ് എടുത്തത് B1 3 മൊഡ്യൂളാണ്. എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഷൈബന് ലേസൻ ഹ്യോറൻ ഷൈബൻ. അപ്പോൾ ഈ ഷൈബൻ എന്ന് പറയുന്നത് കാലത്തെ 2 എക്സാം കഴിഞ്ഞിട്ട് 3ാമത്തെ എക്സാമാണ്. ഞാൻ ആദ്യമായിട്ട് ഷൈബൻ എഴുതിയ സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാസ്സാവുന്ന ഉറപ്പാണ്. കാരണം എനിക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. ആൻഡ് എല്ലാം കൊണ്ടും അടിപൊളി, അതായത് വളരെ ഈസി ആയിട്ട് എനിക്ക് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ ചെന്നൈക്ക് ഞാനും എൻ്റെ ഫ്രണ്ട് ആൽഫിനും കൂടിയിട്ടാണ് പോകുന്നത്. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരിക്കും, കാരണം പുതിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ എക്സാം എഴുതി, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് റിട്ടേൺ പോന്നു. ചെന്നൈയിൽ ആണ് എഴുതിയത്. അന്നത്തെ കാലത്ത് 14 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് റിസൾട്ട് വരികയാണ് ഗൈസ്. ഫസ്റ്റ് റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരണ്ടേ? ആദ്യം എഴുതിയ ഗോയിത്തെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന്, അതായത് ഇതെപ്പോഴാണെന്നറിയോ, 18 എൻ്റെ പൊന്നെ ജൂലൈ, അതെ ജൂലൈ, കഴിഞ്ഞ മാസം. അപ്പോൾ കഴിഞ്ഞ മാസത്തേക്ക് 2 വർഷമായി ഞാൻ ഗോയിത്തെ എക്സാം എഴുതിയിട്ട്. എന്നിട്ട് ഞാനൊന്നും പോയിട്ടില്ല. ഡാർക്ക് റിയാലിറ്റി ഓഫ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ലക്കുള്ളവരൊക്കെ വേഗം കയറി പോട്ടോ. സോ ലെറ്റ്സ്. ഇന്നും ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, ഇന്നും 46 മാർക്ക്. 46 മാർക്ക് പൊട്ടി. ഫസ്റ്റ് ഞാൻ എക്സാം എഴുതിയത് പൊട്ടി. അങ്ങനെ അത് പൊട്ടി. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും എഴുതാം. അങ്ങനെ ഞാൻ വീണ്ടും ഒക്ടോബർ 5-ാം തീയതി, ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും എഴുതി. ആ സമയത്ത് എൻ്റെ ചേച്ചി കാരിങ് ആയിരുന്നു. ഞാൻ ഫുൾ ടൈം കടയിൽ പണിയെടുക്കുകയായിരുന്നു ഗൈസ്. ഫുൾ ടൈം കടയിൽ പണിയെടുക്കുകയായതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ട്രിച്ചിയിലാണ് അടുത്ത എക്സാം എഴുതിയത്. പല ആൾക്കാരും ട്രിച്ചി എഴുതി പാസ്സാവും, ചെന്നൈ എഴുതി പാസ്സാവും എന്ന് പറഞ്ഞിട്ടില്ലേ. ഞാൻ അവിടെയും പൊട്ടി. ആൻഡ് യെസ്, ട്രിച്ചിയിൽ എക്സാം എഴുതി. അതിലും അത് ലേസൻ പിന്നെ പൊട്ടിയ കാര്യം എനിക്ക് അറിയാലോ. ഇതെവിടെ ഷൈബൻ? മാർച്ച് 2-ാം തീയതി, മാർച്ചല്ലല്ലോ, ട്രിച്ചിയിൽ 2 വട്ടം ഷൈബൻ എഴുതിയോ നോക്കട്ടെ.
ചെന്നൈയിൽ ഒരു വട്ടം എഴുതി. ഓ, വീണ്ടും ഞാൻ ട്രിച്ചിയിലല്ല കേട്ടോ, വീണ്ടും ഞാൻ ചെന്നൈയിൽ തന്നെയാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ചെന്നൈയിൽ എഴുതിയപ്പോൾ 52. അപ്പോൾ ആദ്യം ഞാൻ ഗോയിത്ത് എക്സാം എഴുതിയ സമയത്ത് ആദ്യം ഷൈബൻ എഴുതിയപ്പോൾ 46. തേങ്ങ ആദ്യം എഴുതിയപ്പോൾ 46, രണ്ടാമത് എഴുതിയപ്പോൾ 52. ആൻഡ് ഇനി മൂന്നാമത്തെ എനിക്ക് എപ്പോഴാണ് ഡേറ്റ് കിട്ടിയത്? എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയാണ് ഞാൻ ട്രിച്ചിയിൽ എഴുതിയത് കേട്ടോ. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഞാൻ ട്രിച്ചിയിൽ എഴുതിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിൻസി ചേച്ചിയുടെ അവിടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് മൂന്നാമത് എഴുതിയത്. അതെനിക്ക് തോന്നുന്നു അതെ 2024 ഞാൻ മൂന്നാമത്തെ എക്സാം എഴുതി. കാരണം ഒക്ടോബർ കഴിഞ്ഞിട്ട് എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് 5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ഡേറ്റ് കിട്ടിയത്. അപ്പം ഞാൻ ഈ ചെന്നൈയും അതുപോലെ തന്നെ ട്രിച്ചിയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അടുത്തത് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 52 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പാസ്സാവുന്ന ഉറപ്പായിരുന്നു. പക്ഷേ എക്സാമിന് 15 ദിവസം മുമ്പാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. മാക്സിമം ഞാൻ പഠിച്ചു. കാരണം 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ടച്ച് എൻ്റെ പോയി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ മാക്സിമം ഞാൻ പഠിച്ചു. ആൻഡ് പഠിച്ചിട്ട് ഞാൻ എഴുതി. എക്സാം 2 മാർച്ചാണ് എഴുതിയത്. എത്ര മാർക്കാണെന്നറിയോ? 55 മാർക്ക്. അതായത് ഞാൻ ഇവിടെ ഒക്കെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആദ്യം എഴുതിയപ്പോൾ 42 ഞാൻ നേരത്തെ പറയില്ല, അത് ഞാൻ മറന്നുപോയി. രണ്ടാമത് എഴുതിയപ്പോൾ 52, മൂന്നാമത് എഴുതിയപ്പോൾ 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കാണ് ഈ 5%. നോക്ക്, ഇത് കണ്ട അപ്പം അങ്ങനെ അത് അത്രയായി. അങ്ങനെ ഞാൻ ഇതോടുകൂടി വീട്ടുകാർ പറഞ്ഞു, നീ അവിടുത്തെ ജോലി നിർത്തി നാട്ടിൽ വന്ന് ഇവിടെ പഠിച്ചോ, എന്നിട്ട് എഴുതി പാസ്സായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി നിർത്തി ഗൈസ്. അങ്ങനെ നിർത്തി ഞാൻ ഇവിടെ തൃശ്ശൂർക്ക് വീണ്ടും വന്നു. എന്നിട്ട് വീണ്ടും ഞാൻ ഏകദേശം ഡേറ്റ് എടുത്തു. എന്നിട്ട് 1 മാസം നന്നായിട്ട് അങ്ങ് ഇരുന്ന് പഠിച്ച് നേരെ കൊച്ചി ഗോയിത്തെ സെൻറ്ററിൽ എഴുതി. ഈ ട്രിച്ചിയിൽ എഴുതിയപ്പോൾ എനിക്ക് 55 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 55 കിട്ടിയ ഒരാൾ അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് പാസ്സല്ലേ? നിങ്ങളെന്താ വിചാരിക്കുന്നത്? പാസ്സല്ലേ? ഞാൻ ഒന്ന് അകത്തേക്ക് കയറട്ടെ. പാസ്സല്ലേ? എന്നാൽ ഇവിടെ സംഭവിച്ചത്, എനിക്ക് കൊച്ചി ഗോയിത്തയിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായി. ബിക്കോസ് നല്ല എളുപ്പമായിരുന്നടാ, ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് അത്രയും ഒരു ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എഴുതി. എൻ്റെ റിസൾട്ട് കേൾക്കണം നിങ്ങൾക്ക്, 42 തകരില്ലേ. ഞാൻ അന്ന് ആ റിസൾട്ട് വന്ന അന്ന് ഞാൻ ഡിപ്രഷൻ അടിച്ചിരുന്നതാ. പല ആൾക്കാരും ഇപ്പം ഞാനിങ്ങനെ തുള്ളിച്ചാടി ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഡിപ്രഷൻ അടിച്ച് ഒരു വകയായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു മോനെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്ര അധികം ഡിപ്രഷനോ സങ്കടമോ അനുഭവിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള എൻ്റെ ഡ്രീം. ഞാൻ +2 കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രീം, അത്രയും ഞാൻ ആഗ്രഹിച്ച സംഭവം എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഇതായി. എനിക്കിത് നിർത്താനും പറ്റില്ല, എന്നാൽ കണ്ടിന്യൂ ചെയ്യാനുള്ള എൻ്റെ കംപ്ലീറ്റ് മോട്ടിവേഷനും പോയി. അങ്ങനെ പെട്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു പനി വന്നത്. അതായത് ഈ ഒരു റൂമിൽ നിന്ന് എണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. എനിക്ക് ഈ വർഷം എൻ്റെ കൈമ ഒരു സംഭവം പറ്റിയ സമയത്ത് ആ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ വർഷം എനിക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വന്നു. ഞാൻ പെട്ടില്ലേ. അങ്ങനെ ഈ 2 ഇഷ്യൂവും കൂടെ ആയി. അതിന് ശേഷമാണ് അമ്മ ധ്യാനത്തിന് പോകാൻ പറഞ്ഞത്. അപ്പം ഞാൻ ആക്ച്വലി മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ഞാൻ അങ്ങനെ ധ്യാനത്തിന് പോയി.
ഒരാഴ്ച ഡിവൈനിലാണ് പോയത്, ഒരാഴ്ചയാണ് ധ്യാനത്തിന് പോയത്. ഈ ഒരു ടൈമിൽ ആസ് എ ബ്ലെസ്സിങ് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. അതായത് ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം, ഒന്നാമത്തെ ദിവസം നമ്മൾ 6 മണിക്ക് അവിടെ ഇരിക്കണം. 6 മണിക്ക് ധ്യാനം തുടങ്ങുക, അപ്പോൾ 5:30 എണിക്കണം. അങ്ങനെ ഞാൻ 5:30 എണീറ്റു, അവിടെ ചെന്നിരുന്നു. ഫസ്റ്റ് ഡേ സുഖമായിട്ട് സ്കൂളിലെ കസാരയെ സുഖമായിട്ട് കയറുന്ന ഇരുന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേയിൽ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ ആരോ കൈ വന്ന് തൊട്ടു. ഞാൻ പെട്ടെന്ന് അങ്ങ് ചാടി എണീറ്റു. അതായത് തൊട്ടത് നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷെ ആരും തൊട്ടിട്ടില്ല. ഞാൻ അപ്പുറത്തും നോക്കി, ഒരാളും എന്നെ തൊട്ടിട്ടില്ല. ആ ധ്യാനത്തിൻ്റെ 3 ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റി. ബാക്കിയുള്ള ഒറ്റ ദിവസവും ആ ധ്യാനത്തിൻ്റെ ആ ഒരു ഹോളിൽ വെച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ദെൻ ഞാൻ അവിടെ നിന്ന് വന്നു. അതിന് ശേഷം ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു. ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, മാക്സിമം നന്നായി പഠിച്ചതിന് ശേഷം ഞാൻ എക്സാം എഴുതുള്ളൂ എന്ന്. ഒരു വട്ടം കൂടെ, അതായത് ഈ ലാസ്റ്റ് ടൈം എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. അതിൽ കൂടുതൽ ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഒക്ടോബർ, അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിലാണ് അടുത്ത ഡേറ്റ് എടുത്തത്. അപ്പോൾ സെപ്റ്റംബറിലൊക്കെ ഞാൻ നല്ല പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ ഞാൻ നല്ല രീതിക്ക് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ആ രണ്ടാമത് പ്രാക്ടീസ് ചെയ്തത് ആമ്പല്ലൂരുള്ള എജു യൂണിവേഴ്സിറ്റി പോയിട്ടാണ് ഞാൻ എക്സാം പ്രിപ്പറേഷൻ എടുത്ത് ഞാൻ കുത്തിയിരുന്ന് പഠിച്ചത്. അതായത് ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ ചെന്നിരിക്കും, പഠിക്കും. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ വന്നിരുന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുക അങ്ങനത്തെ ഒരു ഷെഡ്യൂളായിരുന്നു. കാരണം എനിക്ക് വേണം. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ചെന്നൈയിൽ 2-3 വട്ടം ഞാൻ ചെന്നൈയിൽ പോയത്. 1 മിനിറ്റ്. ചെന്നൈയിൽ 1, 2, ട്രിച്ചി 3, ചെന്നൈയിൽ 2 വട്ടം, ട്രിച്ചിയിൽ 1 വട്ടം, കൊച്ചിയിൽ 1 വട്ടം, ആൻഡ് അവസാനം ബാംഗ്ലൂർ 5ാമത്തെ വട്ടം. പല ആൾക്കാരും 1-2 വട്ടമൊക്കെ എഴുതിയിട്ട് പാസ്സാവാണ്ട് നിരാശനാവുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അങ്ങനെ 5ാമത്തെ വട്ടമാണ് ഞാൻ ബാംഗ്ലൂർ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാണ്ടല്ലോ, എക്സാം ഞാൻ അത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അങ്ങനെ എക്സാം എഴുതാൻ പോയി. അങ്ങനെ എക്സാം ഡേറ്റ് എടുത്തു. ആനന്ദേട്ടനാണ് എനിക്ക് ഡേറ്റ് എടുത്തു തന്നത്. അങ്ങനെ അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ബാംഗ്ലൂർ B2 പാസ്സാവാൻ ഭയങ്കര ടഫാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്നായി പേടിച്ചു. പക്ഷെ എന്തായാലും ഡേറ്റ് എടുത്താലേ ഇനി ചെന്ന് എഴുതാന്നുള്ള ഒരു ഇതിൽ. ആൻഡ് എക്സാമിൻ്റെ അന്ന് ഞാൻ പോകുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ അന്നേ ദിവസം കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് 2 ചേട്ടന്മാർ എൻ്റെ ഫ്രണ്ടിൽ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നുറങ്ങി. കാലത്ത് നേരത്തെ വന്നുകൊണ്ട് 1 മണിക്കൂർ ഉറങ്ങി ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പതുക്കെ പോകാമെന്നുള്ള സ്കീമിലാണ്. ഉച്ചയ്ക്കാണ് എക്സാം. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒന്ന് ഇരുന്ന് നന്നായിട്ട് തന്നെ ഉറങ്ങി. എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ എന്തോ ഒരു ജർമ്മൻ്റെ ഒരു സംഭവം ഇങ്ങനെ വായിച്ചു നോക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജർമ്മൻ അല്ലേ? അതെ. അപ്പോൾ അവർ മുമ്പ് അവിടെ വന്നിട്ടുള്ളതാണ്, അവർ പാസ്സായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ, ഞങ്ങൾ 3 പേര്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 പേര് കൂടിയാണ് എക്സാം എഴുതാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നേരെ നേരെ ബാംഗ്ലൂർ ഗോയിത്തെ സെൻറ്ററിൽ ചെന്നു. എക്സാം എഴുതി. ദൈവാനുഗ്രഹം എന്ന് തന്നെ ഇപ്പോഴും ഞാൻ പറയും. എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. നന്നായിട്ട് എനിക്ക് തന്നെ എഴുതാനായിട്ട് പറ്റി. എനിക്ക് ടാൻസങ്കുറിസിൻ്റെ ടൈലൈൻസ്, ടൈൽ സ്വൈ എന്തായിരുന്നു, ടൈൽ സ്വൈ എനിക്ക് ഓർമ്മയില്ല. ടൈൽ ദ്രൈ എനിക്കറിയില്ല. ടൈൽ ഐൻസും ടൈൽ സ്വയ്യും ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് എഴുതിയത്. അപ്പം അങ്ങനെ എനിക്ക് അത്യാവശ്യം ഒരു ഹോപ്പ് ഉണ്ടായി. പക്ഷേ ഞാൻ ഒരാളോടും പറഞ്ഞില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞു എക്സാം നല്ല ടഫായി. തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ പാർക്കിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം നമ്മൾ അവിടെ സമയം കളഞ്ഞ്. നമ്മുടെ ട്രെയിൻ 8:30-ക്കാണ് എൻ്റെ ട്രെയിനായിരുന്നത്. അപ്പോൾ ആദ്യം വന്ന ചേട്ടന്മാർ
അവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി. അപ്പോൾ ആ 3 ചേച്ചിമാരുടെ ഒപ്പമാണ് ഞാൻ റിട്ടേൺ പോയത്. അങ്ങനെ 3 അല്ല 2 ചേച്ചിമാർ. അങ്ങനെ അവരെന്നെ ട്രെയിൻ കയറ്റി വിട്ടിട്ടാണ് പോയത്. അതായത് ബാംഗ്ലൂർ ഞാൻ എക്സാം എഴുതാൻ പോയ സമയത്ത് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കൈ വന്ന് നേരെ എക്സാം സെൻറ്ററിൽ എത്തിച്ചു. അവിടെ നിന്ന് അടുത്ത കൈ വന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. ഞാൻ എക്സാം എഴുതാൻ പോയതിൽ വെച്ച് ഏറ്റവും സേഫായിട്ട്, അല്ലെങ്കിൽ ചെന്നൈയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ഏറ്റവും ഇതായിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ച് അതുപോലെ തന്നെ തിരിച്ച് എത്തിക്കുക എന്ന് പറയുന്നത് ഇത് ദൈവാനുഗ്രഹം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം അടുത്ത 20 ദിവസം നമ്മൾ ഷൈബൻ ഇടയ്ക്ക് നോക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ലേസൻ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ലേസൻ പ്രിപ്പയർ ചെയ്തു. ഒരു ദിവസം നന്നായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നവംബർ എക്സാം എഴുതിയത് എന്നാണെന്നറിയാമോ? ഒക്ടോബർ 17-ാം തീയതി. അങ്ങനെ ആ റിസൾട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ മാർക്ക് 76ആണ്. ജസ്റ്റ് 24 മാർക്ക് പോയുള്ളൂ. ഞാൻ എഴുതിയിൽ വെച്ചിട്ട് നല്ല മാർക്കുകളാണ് കിട്ടി പാസ്സായത്. അങ്ങനെ എക്സാം പാസ്സായി. അപ്പം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു ഞാൻ എന്തായാലും ജർമ്മനി പോകുന്നുള്ള കാര്യം. യെസ്. അപ്പോൾ ഷൈബൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇത് വീണ്ടും ഞാനത് ഇത് കണ്ട ഇതാണ് ഷൈബൻ്റെ സർട്ടിഫിക്കറ്റ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര വലിച്ചു നീട്ടി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്ന സമയത്ത് അവർ നിർത്താൻ പോകാന്നുള്ളൊരു സ്റ്റേജാണ്. എൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക, നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. നിങ്ങൾ ഒരു വട്ടം ഇറങ്ങിയ സ്ഥിതിക്ക് അത് കര കയറുക. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു. ഇതിൽ ഇത്ര കാലം സിം ഇട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് സിമ്മും കൂടെ ഇട്ടു എന്നുള്ളൂ. ചിലപ്പോൾ അത് ഞാൻ വിവോ X100 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. പൈസയൊന്നുമില്ല, പക്ഷേ ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊടുത്ത് പുതിയത് വാങ്ങാം. ഓക്കെ, ബൈ.